ഇന്ന് നമുക്ക് വൈറലായിക്കൊണ്ടിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രൗണി റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി റോസ്റ്റ് ചെയ്ത കടലപ്പരിപ്പും ഓട്സും കൂടി ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഈ മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് 2 സ്പൂൺ റാഗിപ്പൊടിയും 1 സ്പൂൺ കൊക്കോ പൗഡറും കുറച്ച് ബേക്കിംഗ് പൗഡറും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ എൻ്റെ ഒരു കൈയളവിന് എടുത്തതാണ് കേട്ടോ. കൊക്കോ പൗഡർ ഒരുപാട് കൂടാൻ പാടില്ല, കൂടിക്കഴിഞ്ഞാൽ കയ്പ്പ് വരും. ഇനി ഇതിലേക്ക് പഴുത്ത 2 റോബസ്റ്റ പഴവും പാലിൽ കുതിർത്ത് വെച്ച ഈത്തപ്പഴവും ചേർത്ത് അരച്ച മിക്സ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മാവ് നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ കൂടി ചേർത്ത് കറക്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കുക. അധികം ലൂസ് ആവാണ്ട് ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1 സ്പൂണ് ബട്ടർ കൂടി ചേർക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യായാലും മതി. ഈ മിക്സ് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ആദ്യം കുറച്ച് ഒരു ലെയറായിട്ട് ഒഴിക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ അരിഞ്ഞു വെച്ച അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് ശേഷം വീണ്ടും നെക്സ്റ്റ് ലെയർ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കൂടി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ടോപ്പിൽ നമുക്ക് കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിൽ 20 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത്. എനിക്ക് കറക്റ്റ് കുക്കായിട്ട് വന്നിരുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.